രേഖ, ഗുഡ് മോർണിംഗ്. ഈ ഇത്തവണ എന്തായാലും കഴിഞ്ഞ തവണയൊന്നും തന്നെ UDF കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഈ MLA മാർ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ UDF സാധിച്ചു. പക്ഷേ ഈ വലിയ ആഘോഷങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ചില അസ്വാരസ്യങ്ങളൊക്കെ ജില്ലയിൽ നിന്നും ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. പക്ഷേ ഒരു പരിധിവരെ നേതൃത്വം ഇടപെട്ട് അതിനെ ശമിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലത്തെ സാഹചര്യം എന്താണ്? ഈ ആഘോഷ പരിപാടികളിൽ എല്ലാവരും തൃപ്തരാണോ, അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രവർത്തകരുടെയും നേതാക്കളുടെയും തീരുമാനം? തീർച്ചയായും UDF പ്രവർത്തകർക്ക് ചില ഒരു അതൃപ്തിയൊക്കെ ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു. INTUC ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു മന്ത്രി പ്രാതിനിധ്യം ഈ ജില്ലയ്ക്ക് വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ INTUC ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ചെയ്തത്. ഈ മന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം, അതായത് ലീഗിന്റെ മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയെ അടക്കം മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറ്റ്യാടി മണ്ഡലത്തിലെ പുറമേരിയിലടക്കം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പാറക്കൽ അബ്ദുള്ളയെ ടേം വ്യവസ്ഥയിൽ മന്ത്രിയാക്കാം എന്ന ലീഗിന്റെ ഒരു മന്ത്രി പ്രഖ്യാപനത്തിൽ ഒരു പ്രഖ്യാപനം അടക്കം നടത്തിയത്. ഏതായാലും കോൺഗ്രസിന് അനേകം വർഷങ്ങളായി ഈ കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ MLA-മാരടക്കം ഇല്ലാതിരുന്ന ഒരു നാണക്കേട് തന്നെയായിരുന്നു പലപ്പോഴും കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി അതിനെല്ലാം വലിയൊരു മാറ്റം തന്നെയാണ് വന്നത്. കോൺഗ്രസ് 5 സീറ്റുകളാണ് കോൺഗ്രസിന് ഇക്കുറി ലഭിച്ചത്. ഇതിൽ ഈ 5 സീറ്റുകളും LDF-ൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ കോൺഗ്രസിന്റെ 5 സീറ്റുകളും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു മന്ത്രി സ്ഥാനം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അഡ്വക്കേറ്റ് K. ജയന്ത്, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ അടക്കമുള്ളവരെ ഇത്തരത്തിൽ മന്ത്രി ആക്കും എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളടക്കം പരന്നിരുന്നു. ഏതായാലും അഡ്വക്കേറ്റ് ജയന്തിനെ സീനിയോറിറ്റി പ്രകാരം അഡ്വക്കേറ്റ് K. ജയന്തിനെ മന്ത്രിയാക്കും എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു. ഇതിലേക്കുള്ള ഒരു ആവശ്യങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ജയന്തിനെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലടക്കം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും ഈ പ്രവീൺ കുമാറിനെയും തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കോഴിക്കോട് ജില്ലയ്ക്ക് നിലവിൽ ഒരു മന്ത്രിയെ പോലും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ UDF പ്രവർത്തകരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 6 സീറ്റുകളാണ് മുസ്ലിം ലീഗിന് ഉള്ളതെങ്കിൽ 5 സീറ്റുകൾ കോൺഗ്രസിനും 1 സീറ്റ് RMPക്കുമാണ് ഉള്ളത്. ഇതിൽ ആകെ 13 നിയോജക മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് നിലവിൽ LDF-ന് വിജയിക്കുവാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ കോഴിക്കോട് ജില്ലയിൽ നടത്തിയിട്ടും ഈ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നതടക്കമുള്ള ഒരു വിഷമം ഈ പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരടക്കം കുറ്റ്യാടി പുറമേരിയിലടക്കം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഏതായാലും ഈ പുതിയ ഒരു മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്നു. സുജന ബാലനും അഡ്വക്കേറ്റ് P. ശങ്കരനും ശേഷം ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു മന്ത്രിയില്ലാത്ത ഒരു ജില്ല കൂടിയായി മാറിയിരിക്കുകയാണ് വീണ്ടും കോഴിക്കോട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. സംസ്ഥാനമെമ്പാടും വലിയ പ്രതീക്ഷകളോടെയാണ് എന്തായാലും പുതിയ മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല പ്രഖ്യാപനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഏതൊക്കെയായിരിക്കും ആദ്യ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി അതിന് അംഗീകാരം നൽകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കൃത്യം 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക.